എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. കൊച്ചിൻ ചൈന താഴെ തന്നിരിക്കുന്ന ഏത് വിളയുടെ ഇനമാണ്? കൊച്ചിൻ ചൈന എന്നത് താഴെ തന്നിരിക്കുന്ന ഏത് വിളയുടെ ഒരു ഇനമാണ്? ഓപ്ഷൻ ബി, തെങ്ങ്. കൊച്ചിൻ ചൈന എന്നത് തെങ്ങിൻ്റെ ഒരിനത്തിൻ്റെ പേരാണ്. പക്ഷിസങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായത് ഏതെല്ലാം? കുമരകം പക്ഷിസങ്കേതം കോട്ടയം, അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട്. തന്നിരിക്കുന്ന പക്ഷിസങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 തന്നിരിക്കുന്ന 4 തന്നെ ശരിയായതാണ്. കുമരകം പക്ഷിസങ്കേതം കോട്ടയം, അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട്. ഇന്ത്യയിൽ ആദ്യത്തെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി വിമാനത്താവളം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര്? ഓപ്ഷൻ സി, ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂരിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂരിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓപ്ഷൻ സി, കേരളം. കേരളമാണ് മൺസൂണിൻ്റെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം? ഓപ്ഷൻ എ, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം. വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തിരുവനന്തപുരം. തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ, അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി? ഓപ്ഷൻ സി, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. തന്നിരിക്കുന്നവയിൽ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി.
സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടനാട് എന്നാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ഓപ്ഷൻ എ അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനപ്രകാരമാണ്? ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനപ്രകാരമായിരുന്നു? ഓപ്ഷൻ സി ബ്രെട്ടൻ വുഡ്സ്. ബ്രെട്ടൻ വുഡ്സ് എന്ന സമ്മേളന തീരുമാനപ്രകാരമായിരുന്നു ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? തന്നിരിക്കുന്നവയിൽ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഓപ്ഷൻ സി ഗാമ കിരണം. തന്നിരിക്കുന്നവയിൽ ഗാമ കിരണങ്ങളാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം ഓപ്ഷൻ ബി 1918. 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഓപ്ഷൻ എ വി വി ഗിരി. വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. പ്രധാനമായും ഏത് ഭാഷയിലുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? പ്രധാനമായും ഏത് ഭാഷയിലുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? ഓപ്ഷൻ ബി കന്നഡ. പ്രധാനമായും കന്നഡ ഭാഷയിലുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? തന്നിരിക്കുന്നവയിൽ ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി വയനാട്. തന്നിരിക്കുന്നവയിൽ വയനാടാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി അന്നജം. ഉമിനീർ അന്നജത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായികതാരം ആരാണ്? ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായികതാരം ഓപ്ഷൻ എ മിൽഖാ സിംഗ്. മിൽഖാ സിംഗ് ആയിരുന്നു ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായികതാരം. തന്നിരിക്കുന്നവയിൽ സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകം? തന്നിരിക്കുന്നവയിൽ സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ബ്രോമിൻ. തന്നിരിക്കുന്നവയിൽ ബ്രോമിനാണ് സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകം. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? തന്നിരിക്കുന്നവയിൽ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശം. തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം.
ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയായിരുന്നു സൂചിപ്പിച്ചത്? ഓപ്ഷൻ ഡി, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെ ആയിരുന്നു. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഓപ്ഷൻ ഡി, ജീവകം ഇ. തന്നിരിക്കുന്നവയിൽ ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ ഡി, റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമാണ് ഓപ്ഷൻ ഡി, സമത്വ സമാജം. സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഓപ്ഷൻ ഡി, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം. ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ? ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ? ഓപ്ഷൻ സി, ഹൈദരാബാദ്. നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ പോളോ. താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി, കലോറിമീറ്റർ. കലോറിമീറ്ററാണ് താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഖാസി ഖാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഖാസി ഖാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, മേഘാലയ. മേഘാലയ സംസ്ഥാനത്തിലാണ് ഖാസി ഖാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, പഞ്ചാബ്. പഞ്ചാബാണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ, സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയാണ് വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്? സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി, ഇരുമ്പും കാർബണും. ഇരുമ്പും കാർബണുമാണ് സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി? തന്നിരിക്കുന്നവരിൽ കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി, കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി. കേരള പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് സർക്കിൾ സ്ഥാപിതമായ വർഷം? കേരള പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് സർക്കിൾ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ, 1961. 1961 കേരള പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് സർക്കിൾ സ്ഥാപിതമായ വർഷം. വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണമെന്ത്? തന്നിരിക്കുന്നവയിൽ വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണമായത്? ഓപ്ഷൻ ഡി, കേശികത്വം. കേശികത്വം മൂലമാണ് വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണമാകുന്നത്. ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ് ആരാണ്? ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, എച്ച് ജി വെൽസ്. എച്ച് ജി വെൽസ് ആണ്
ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ്? താഴെ തന്നിരിക്കുന്നതിൽ എവിടെയാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, പാമ്പാടുംപാറ. പാമ്പാടുംപാറയിലാണ് കേരളത്തിൽ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ, ലാല അമർനാഥ്. ലാല അമർനാഥ് ആയിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചായിരുന്നു വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്? ഓപ്ഷൻ സി, 86-ാം ഭേദഗതി. ഭരണഘടനയുടെ 86-ാം ഭേദഗതി അനുസരിച്ചായിരുന്നു വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി മാറിയത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. തന്നിരിക്കുന്നവയിൽ സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ ബി, ടൈറ്റാനിയം. തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയമാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, ത്രിപുര. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി ത്രിപുരയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി, 1903. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. 1912 ജനഗണമന ഏത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? 1912 ജനഗണമന ഏത് ശീർഷകത്തിലായിരുന്നു തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി, ഭാരത് വിധാത. 1912 ജനഗണമന ഭാരത് വിധാത എന്ന ശീർഷകത്തിലായിരുന്നു തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്. ആറ്റം ബോംബിൻ്റെ പിതാവ്. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, റോബർട്ട് ഓപ്പൺഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമറാണ് ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. തന്നിരിക്കുന്നവയിൽ പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന പേരിലാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ഓപ്ഷൻ ഡി, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡാണ് സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.